സിമ്പിളായിട്ട് എങ്ങനെയാണ് ജെല്ലി മിഠായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 4 ഗ്രാംസ് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ ചൈന ഗ്രാസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് കൂടരുത്. ഇത് കൂടിക്കഴിഞ്ഞാൽ ജെല്ലി ഒത്തിരി അങ്ങോട്ട് ഉറച്ച് പോകും. അപ്പോൾ ആ ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു നെങ്ങണല്ലോ, ആ ഒരു ഇതിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിന് വേണ്ടി 4 ഗ്രാംസ് മതി കേട്ടോ. അപ്പോൾ 1 കപ്പിന് 4 ഗ്രാംസ് മാത്രം മതി. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ജെല്ലി ഒത്തിരി ഉറച്ചിട്ട് പോകും. അപ്പോൾ അത്ര അങ്ങോട്ട് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് ഉരുക്കി കിട്ടിക്കോളൂ കേട്ടോ. ഈ ചൈന ഗ്രാസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടും, ഭയങ്കര സിമ്പിളായിട്ട് കിട്ടുന്ന സംഭവമാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ മധുരം കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ജെല്ലി മിഠായി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വരെയും മാക്സിമം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എന്തായാലും ചേർത്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ, ആ ജെല്ലി മിഠായി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു പുളിയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒരു പകുതിയെങ്കിലും നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്താൽ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. കാരണം നമ്മുടെ പഞ്ചസാരയും ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് ഓൾറെഡി ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജെല്ലിക്ക് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 3 പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് വേണം മാറ്റി കൊടുക്കാനായിട്ട്. കാരണം നമ്മുടെ ചൈന ഗ്രാസിൽ അതേപോലെ നാരങ്ങയിലൊക്കെയുള്ള വേസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് 3 പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തേക്കാണ്. കാരണം ഞാനിവിടെ 3 ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 പാത്രത്തിലേക്ക് മാറ്റിയത്. നിങ്ങളിനി ഒരു ഫ്ലേവറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റണ്ട, അതിലേക്ക് തന്നെ ഫ്ലേവർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒന്നിൽ പിസ്തയുടെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേറെ കളറ് മാത്രമല്ല കേട്ടോ, എസെൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിസ്ത, മാംഗോ, ബദാം ഏതിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നിൽ പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേതിൽ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഫ്ലേവറും ചേർത്ത് കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3ാമത്തതിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ ജെല്ലി മിഠായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഇതിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോൾഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കാളും ചെറുതൊക്കെ ഉണ്ടല്ലോ, ചെറിയ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ജെല്ലി മിഠായി കുറച്ചും കൂടി ചെറുതാകുമ്പോഴാണല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ചെറുതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മോൾഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒന്നിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡാണെന്ന് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിത് പുറത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ തന്നെ മാക്സിമം 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ തണുപ്പും കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതാ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുകയാണ്. നമ്മുടെ ജെല്ലി മിഠായി നല്ല അടിപൊളിയായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റാനും പറ്റും കേട്ടോ. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലി മിഠായി പുറത്തുനിന്ന് വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയും സിമ്പിളാണ് ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഏത് എസൻസ് ചേർക്കുന്നോ അതിൻ്റെ ഫ്ലേവറായിട്ട് കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയ ടേസ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജെല്ലി മിഠായിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്